ഷഫീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ആദ്യം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരു റെയ്ഡിൽ അപകടമുണ്ടായി എന്ന് പറയുമ്പോൾ ഇത് ഇത്രത്തോളം ഭീകരമായിരുന്നു എന്നത് നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞതുപോലെ ഒരു കൂറ്റൻ റെയ്ഡ് തന്നെയാണ്. ഇപ്പോൾ ഈ പരിക്കേറ്റവരെ കൂടുതൽ പേരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയാണല്ലേ? ഈ രക്ഷാപ്രവർത്തനം ഏകദേശം പൂർണ്ണമായി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ടോ? അനൂപി, സംഭവ സ്ഥലത്ത് അപകടം ഉണ്ടായിരിക്കുന്ന വെമ്പായറ്റ ഹാപ്പി ലാൻഡിൽ നിന്നും പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 5 പേരെ സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റി. അവരെ പരിശോധിച്ച ശേഷം ആ പരിക്കുകൾ ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആംബുലൻസുകളിൽ മാറ്റിയത്. അവർ ഓരോരുത്തരായി അവിടേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം പരിസരത്തെ താലൂക്ക് ആശുപത്രിയിൽ അതേപോലെ തന്നെ മറ്റ് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കൊക്കെ ആളുകളെ മാറ്റിയിട്ടുണ്ട്. അവരുടെ അടക്കം വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വരികയാണ്. അവർ ആർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം നമ്മൾ ശേഖരിച്ചു വരികയാണ്. ഈ അവധിക്കാലത്തിന്റെ അവസാന ദിവസമായതിനാൽ പാർക്കിൽ കാര്യമായിട്ടുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല, ഇത് റൈഡ്, ഒരു ആകാശ ഊഞ്ഞാൽ കണക്കെ ക്യാബിനുകളൊക്കെ സെറ്റ് ചെയ്ത ഉള്ള ഒരു റൈഡാണ്. അതുകൊണ്ട് തന്നെ ആ റൈഡിൽ ഏതാണ്ട് 30ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചനകൾ. ആ റൈഡ് ഫുള്ളായിട്ടാണ് ഓൺ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആ റൈഡ് ഇങ്ങനെ ആകാശത്തേക്ക് പോയി, അല്ലെങ്കിൽ അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വെൽഡിംഗ് അടർന്ന് വീണത് താഴേക്ക് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കം ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും ആ രീതിയിൽ ഗൗരവ സ്വഭാവത്തിലുള്ള വ്യാപ്തിയുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ താഴേക്ക് പതിക്കുകയായിരുന്നു, നിലത്തേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അവിടെ പ്രദേശവാസികളിൽ നിന്നും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, അവിടേക്ക് എത്തിയ ആളുകളിൽ നിന്നൊക്കെ ഒരു പ്രാഥമിക വിവരമായും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ അവിടുത്തെ ജീവനക്കാരും അവിടെ ഉണ്ടായിരുന്നവരും ഈ നിലത്തേക്ക് വീണ ആളുകളിൽ നിന്ന് ആളുകളെ രക്ഷാപ്രവർത്തനം നടത്തി അവരെ അവിടെ നിന്ന് എത്തിക്കാനുള്ള നീക്കം, അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നീക്കം അത് ആരംഭിച്ചു. അതിനുശേഷമാണ് ഈ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ പോലീസും അതേപോലെ തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഫയർഫോഴ്സ് സംഘവും ഒക്കെ അവിടേക്ക് എത്തി ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആളുകളെ ഇപ്പോൾ പല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്നടക്കം ഗൗരവ സ്വഭാവത്തിൽ പരിക്കേറ്റിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും സൗകര്യങ്ങളുള്ള മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റാനുള്ള നീക്കം അത് നടത്തുന്നുണ്ട്. കൃത്യം എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് പേടിപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ച് അവധിക്കാലമായതിനാൽ ആളുകളൊക്കെ കൂടുതലായി പാർക്കിലേക്ക് പോകും. അവിടെ സുരക്ഷാ സംവിധാനങ്ങളടക്കം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വരും മണിക്കൂറുകൾ പരിശോധിക്കപ്പെടണം. മാത്രവുമല്ല, ഈ സ്കൈലൈൻ റൈഡുകൾ, പ്രത്യേകിച്ച് ആകാശത്തേക്ക് ഉയർത്തുന്ന റൈഡുകൾ ഉണ്ടെങ്കിൽ അതിന് മറ്റു തരത്തിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളത് കൃത്യമായ മാനദണ്ഡമാണ്. അതിന് ഫയർഫോഴ്സ് NOC അടക്കമുള്ള കാര്യങ്ങൾ പാർക്കുകളുടെ പ്രവർത്തനത്തിൽ നടക്കുന്ന സമയത്ത് അത് കൃത്യമായി ഉറപ്പാക്കണം. ഡെയിലി റണ്ണിങ്ങിൽ അത് പരിശോധിക്കപ്പെടണം. അതിന്റെ എഞ്ചിനീയർ അത് കൃത്യമായി ഇൻസ്പെക്ട് ചെയ്യണമെന്നൊക്കെയുള്ള കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ വെൽഡിങ്, ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ ഈ സ്കൈലൈൻ സ്വഭാവത്തിലുള്ള ഒരു റൈഡ്, ആ റൈഡ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അതിന്റെ വെൽഡിംഗ് അടർന്നു വീണ് അപകടം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിലൊരു സ്വാഭാവിക സംഭവമല്ല. അതിൽ അസ്വാഭാവികതയുണ്ട്. മാത്രവുമല്ല, അതിൽ കൃത്യമായ സേഫ്റ്റി പ്രിക്കോഷൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ അതൊന്നുമല്ല നമ്മളുടെ കൺസേൺ. ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുക, അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക, അതിനൊക്കെ അപ്പുറത്തേക്ക് ആർക്കും ജീവഹാനി ഉണ്ടാകാൻ ഇടയില്ലാത്ത രീതിയിൽ ചികിത്സ ഉറപ്പാക്കുക എന്നൊക്കെയാണ്. ആ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് തമിഴ്നാട് സ്വദേശികളാണ്. തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 5 പേരാണ്. മനോരഥി, സീമണി, മാലിനി, ശ്യാം ഡാനിയൽ, റോസ്. അതിൽ ശ്യാം ഡാനിയൽ 14 വയസ്സുകാരനും റോസ് 16 വയസ്സുകാരിയുമാണ്. ഇവരെ രണ്ടുപേരെയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.